ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു ഹെൽത്തി റെസിപ്പിയുടെ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. റാഗി കൊണ്ട് ഇഡലിയും ദോശയും ഒരേ ബാറ്ററിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാം. ഞാൻ കുറേ നാളായി വിചാരിക്കുന്നു ദോശയും ഇഡലിയും ഉണ്ടാക്കണം ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു റാഗി വെച്ചെന്ന്. പക്ഷേ ശരിയായിട്ടില്ലെങ്കിലോ എന്ന് വെച്ച് മടിച്ചു. പക്ഷേ അടിപൊളി റെസിപ്പി തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ധൈര്യമായിട്ട് ഇതുവരെ ഉണ്ടാക്കാത്തവർ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഉണ്ടാക്കിക്കോളൂ കേട്ടോ. 100% ഷുവറാണ്, പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അതിനായിട്ട് നമുക്ക് ഫസ്റ്റിൽ ചെയ്യേണ്ടത് ഒരു ബൗളിലേക്ക് 1 കപ്പ് റാഗി, 1/2 കപ്പ് പച്ചരി അല്ലെങ്കിൽ ഇഡ്ഡലി റൈസോ എടുക്കാം കേട്ടോ, ഏതാണെന്ന് വെച്ചാൽ എടുക്കാം. ഇനി ഇതാ 1/2 കപ്പ് ആ പച്ചരി എടുത്ത അതേ അളവിൽ തന്നെ 1/2 കപ്പ് ഉഴുന്നും എടുത്തിട്ടുണ്ട്. ഇനി 1/2 ടീസ്പൂൺ ഉലുവയും കൂടി ചേർക്കാം. ഇനി ഇത് നല്ല പോലെ തന്നെ കഴുകിയെടുക്കണം. റാഗിയിൽ ഒരുപാട് തന്നെ കച്ചറ ഉണ്ടാവും, അതുകൊണ്ട് തന്നെ 2-3 പ്രാവശ്യം കഴുകിയതിന് ശേഷം മാത്രം വെള്ളമൊഴിച്ച് ഒന്ന് കുതിർക്കാനായിട്ട് വെക്കാം. അതുപോലെ തന്നെ ഇത് കുറച്ചധികം ടൈം തന്നെ കുതിർത്തെടുക്കണം. ഒരു 6 മണിക്കൂറെങ്കിലും കുതിർക്കാനായിട്ട് വെക്കണം. പെട്ടെന്ന് നമ്മൾ പച്ചരി മാത്രം കുതിർത്ത് അരച്ചെടുക്കുന്ന ഒരു കുറഞ്ഞ ടൈമൊന്നും പോരാ. റാഗി നമുക്ക് നല്ല സ്മൂത്തായിട്ട് തന്നെ അരഞ്ഞിട്ടണം, അല്ലെങ്കിൽ അതിൻ്റെ തൊലിയൊക്കെ കുട്ടികൾക്ക് കഴിക്കാൻ കൊടുക്കുമ്പോൾ തൊണ്ടക്കാവും. അതുകൊണ്ട് തന്നെ കുറച്ചധികം ടൈം എടുത്ത് അരച്ചെടുക്കുക. ഉലുവയും ഉഴുന്നുപരിപ്പും പച്ചരിയും നമുക്ക് പെട്ടെന്ന് അരഞ്ഞിട്ടും, പക്ഷേ റാഗി അരച്ചെടുക്കാനാണ് കുറച്ച് ടൈം വേണ്ടി വരുന്നത്. ഇനി ഇതാ മിക്സിയുടെ ജാറിലേക്ക് മുഴുവനും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ മിക്സിയുടെ ജാറിൽ ഇത് മുഴുവനായിട്ട് കൊള്ളൂല എന്നുണ്ടെങ്കിൽ മാത്രം 2 തവണയായിട്ട് അരച്ചെടുക്കാം. ഈ വെള്ളത്തിൽ നിന്ന് കുതിർത്തെടുത്ത വെള്ളം നല്ലതല്ലേ, കഴുകിയതിന് ശേഷം ഒഴിച്ചു കൊടുത്ത വെള്ളമല്ലേ, അപ്പോൾ അതിൽ നിന്ന് തന്നെ 1/4 കപ്പിൽ നിന്നും കുറച്ച് അധികം അളവിൽ എടുത്ത് മിക്സിയിലേക്ക് ഒഴിച്ച് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് റാഗി അരഞ്ഞു കിട്ടിയിട്ടുണ്ടോ എന്നാണ്. എന്നിട്ടിതാ ബൗളിലേക്ക് ഒഴിച്ചതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും ഇപ്പോഴും തന്നെ ചേർത്ത് കൊടുക്കാം. എന്നാൽ പെട്ടെന്ന് മാവ് പുളിച്ച് കിട്ടാൻ ഹെൽപ്പാവും ഉപ്പ് നമ്മൾ ആ ഒരു ടൈമിൽ തന്നെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ. അങ്ങനെ ഇതാ എല്ലാം സെറ്റായി. ഇത് രാവിലത്തെ സീനാണ് കേട്ടോ. രാവിലെ അടച്ചു വെച്ചതൊക്കെ ഓപ്പണാക്കി നോക്കുമ്പോഴേക്ക് തന്നെ ഭയങ്കരമായിട്ട് എന്താ പറയുക, എക്സൈറ്റഡ് ആയിട്ടുണ്ട്. നല്ല രസമില്ലേ കാണാൻ. ഇനി ഇത് തവി കൊണ്ട് ഇങ്ങനെ എന്താ പറയുക, നല്ല സ്പീഡിലിട്ട് ഇളക്കരുത്. ഒരു 2 സ്പൂൺ വെള്ളം എനിക്ക് വേണമെന്ന് തോന്നിയിട്ടുണ്ട് ആ ഒരു കൺസിസ്റ്റൻസി കാണുമ്പോൾ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുത്താൽ മതി. ഫസ്റ്റിൽ ഇതാ ഞാൻ ഇഡ്ഡലി ചുടുന്നതാണ് കാണിക്കുന്നത്. ഇഡ്ഡലി ചുടാൻ ആർക്കും പറഞ്ഞിട്ടുണ്ട്, എല്ലാവർക്കും അറിയുന്നതല്ലേ. നല്ല പോലെ തന്നെ തിളച്ചിട്ടുണ്ട്. ഇനി ഇതാ ഇഡ്ഡലി തട്ട് വെച്ചു, അതിൽ ഓയിലൊന്ന് തേച്ച് കൊടുത്തതിന് ശേഷം, ഇത്തിരി മാത്രമേ ഓയിൽ വേണ്ടൂ, ഓയിൽ തേച്ച് കൊടുത്തതിന് ശേഷം മാത്രം, അതും പാത്രം അടുപ്പത്ത് വെച്ച് ഓയിൽ തേച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നാൽ നമുക്ക് പെട്ടെന്ന് ഇഡലി ഇളക്കിയെടുക്കാനായിട്ട് പറ്റും. ഇനി ഈ ഒരു ഇഡലിയല്ല, അരിയും ഉഴുന്നും മാത്രം ചേർത്തിട്ടുള്ള ഇഡലിയില്ലേ, അങ്ങനെ അതാണെങ്കിലും ഇളക്കിയെടുക്കാൻ എളുപ്പത്തിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ഓയിൽ തേച്ച് കൊടുക്കുക. എന്നിട്ട് ആ ചൂടായ എണ്ണയിലേക്ക് വേണം നമ്മൾ മാവ് കോരി ഒഴിച്ചെടുക്കാനായിട്ട്. അങ്ങനെ ഇതാ ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ എനിക്കിത് വെന്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇഡലി പെട്ടെന്ന് ഇളകി കിട്ടാനായിട്ടുള്ള വേറൊരു ടിപ്പാണ്, കുറച്ച് വെള്ളത്തിൽ ഇഡലി തട്ട് അങ്ങനെ മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെക്കാതെ കുറച്ച് അതിൻ്റെ അടിഭാഗം മാത്രം പച്ചവെള്ളത്തിൽ കൊള്ളുന്ന രീതിയിൽ വെക്കുക. അതും പെട്ടെന്ന് തന്നെ ഇഡലി ഇളക്കിയെടുക്കാനായിട്ട് പറ്റും. ഈ ഒരു 2 ടിപ്പും ഇഡലി പാത്രത്തിൽ നിന്ന് ഇളക്കിയെടുക്കാൻ പറ്റിപ്പിടിക്കുന്നൊരവസ്ഥയില്ലേ, അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു 2 ടിപ്പും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. അങ്ങനെ ഇതാ ഇഡലി ഞാനിത് റെഡിയാക്കിയിട്ടുണ്ട്. നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ഇഡലി തന്നെയാണ്. ഇത് ഞാൻ മുമ്പേ അപ്ലോഡ് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ വീഡിയോ ആണ്. എൻ്റെ കൈ ഇപ്പോൾ റിക്കവറി ആയി. ഒരു 1.5 വർഷത്തോളമായി ഒരു വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തിട്ട് കൈ പൊള്ളിപ്പോയതാണ്. ഇപ്പോൾ ഓക്കെ ആയിട്ടോ. അങ്ങനെ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലി ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് ദോശ ഇടുന്നത് നോക്കിയാലോ. ദോശയും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. എളുപ്പത്തിൽ തന്നെ നമുക്ക് റൗണ്ട് ഷേപ്പ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നോർമൽ ദോശ ചുടുന്നതിനേക്കാളും സിമ്പിളാണിത്. എന്നിട്ട് ഇതിൻ്റെ മേലെ കുറച്ച് ഗീയോ എന്താണെന്ന് വെച്ചാൽ ആക്കി കൊടുക്കുക. ഞാൻ ഇവിടെ നോർമലായിട്ടുള്ള വെളിച്ചെണ്ണ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് നല്ല രീതിയിൽ ക്രിസ്പിനെസ്സിന് സൈഡൊക്കെ മുരിഞ്ഞ് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിലോ ഗീയോ എന്തെങ്കിലും ഒന്ന് ആക്കി കൊടുക്കുക. മുരിഞ്ഞ് വരുമ്പോൾ തന്നെ സൈഡൊക്കെ ഇങ്ങനെ ഇളകി വരുന്നത് നമുക്ക് കാണാം. ആ ഒരു ടൈമിൽ ഇത് എടുക്കാം. രണ്ട് ഭാഗവും മുരിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചിട്ട് വേവിക്കുകയും ചെയ്യാം കേട്ടോ. ഞാൻ ഇത് ഒറ്റ സൈഡ് മാത്രം നോർമലായിട്ട് ഗീ റോസ്റ്റൊക്കെ ഉണ്ടാക്കുന്നില്ലേ, അതുപോലെയാണ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ഇതാ ദോശയും കൂടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുക. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുവരെ ഉണ്ടാക്കിയിട്ട് ശരിയാവാത്തവരൊക്കെ ഉണ്ടെങ്കിലൊന്ന് ഈ ഒരു റെസിപ്പി ധൈര്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ടുണ്ട്. വേറൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവരോടും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.